ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവൾ തൻ്റെ വിധവാ വസ്ത്രമെല്ലാം മാറ്റി മനോഹരമായ ചമയങ്ങളണിഞ്ഞ് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു വേശ്യാ വസ്ത്രം ധരിച്ചു. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് അങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ അവൾക്ക് സാധിച്ചത്. ഈന്തപ്പന എന്ന തൻ്റെ പേരിൻ്റെ അർത്ഥം പോലെ ജീവിതത്തിൽ എന്നും ഒറ്റത്തടിയായി നിൽക്കേണ്ടി വന്നവളാണ് താമാർ. യഹൂദയുടെ മകനായ ഏരിനെ വിവാഹം കഴിച്ചതോടെയാണ് താമാർ ഇസ്രായേലിന്റെ കുടുംബത്തിലെ അംഗമാകുന്നത്. എന്നാൽ ചെന്നു കയറിയത് പിതാക്കന്മാരുടെ വിശ്വാസ പാരമ്പര്യമോ ദൈവഭക്തിയോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരാളുടെ ഭാര്യ എന്ന നിലയിലേക്കായിരുന്നു. ഏരിന്റെ കയ്യിലിരിപ്പ് അവനെ വളരെ വേഗത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയച്ചു. ഇസ്രായേലിന്റെ പാരമ്പര്യമനുസരിച്ച് ദേവരാധർമ്മം അനുഷ്ഠിക്കുക എന്ന അടുത്ത ഇരുട്ട് മുറിയിലേക്ക് കടക്കേണ്ടി വന്നു അവൾക്ക്. ജ്യേഷ്ഠൻ മരിച്ചാൽ അവനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹോദരനെ അനുവദിക്കുന്ന പാരമ്പര്യം വിധവയുടെ ജീവിതം ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ നൽകിയ അനുഗ്രഹമായിരുന്നു ദേവരധർമ്മം. പക്ഷേ ഏരിന് പകരം ലഭിച്ചത് അവനേക്കാൾ ജീവിത മൂല്യമില്ലാത്ത ഓനാനിയായിരുന്നു. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുവാനുള്ള സമയം കിട്ടിയെങ്കിലും അവന്റെ ദുഷ്പ്രവൃത്തി അവനെയും മരണത്തിലേക്ക് നയിച്ചു. വീണ്ടും ഒറ്റപ്പെട്ടു പോയ താമാറിന് ആശ്വാസവചനമായി അമ്മായിയപ്പൻ യഹൂദ പറഞ്ഞു, തന്റെ ഇളയ മകനായ ശേല പ്രായപൂർത്തിയാകുമ്പോൾ നിനക്ക് വിവാഹം ചെയ്തു തരാം. അതുവരെ അപ്പന്റെ വീട്ടിൽ പോയി വിധവയായി ജീവിക്കണം. അമ്മായിയപ്പന്റെ വാക്കു വിശ്വസിച്ച് അന്നിറങ്ങിയതാണവൾ. പക്ഷേ ശേലായ്ക്ക് വിവാഹപ്രായം എത്തിയിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അമ്മായിയപ്പനും മകനും. ഇനി തന്റെ ജീവിതത്തിൽ വേറെ ഒരു വഴിയുമില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവൾ വിധവാ വസ്ത്രമൊക്കെ മാറ്റി സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയത്. തന്റെ അവകാശം അത് ദൈവകൽപ്പനയാണ്. അത് ചോദിച്ചു വാങ്ങുക എന്നത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിനവൾ തെരഞ്ഞെടുത്ത വഴി കഠിനമായിരുന്നു. ഭർത്താവിന്റെ കുടുംബത്തിൽ മാത്രം കഴിയാൻ വിധിക്കപ്പെട്ടവൾ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവകാശം തിരികെ വാങ്ങിയത് അമ്മായിയപ്പനിലൂടെയാണ്. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് യഹൂദ ചെയ്യുന്ന പ്രായശ്ചിത്തം വളരെ വലുതാണ്. എന്നാൽ താമാറിന്റെ ജീവിതത്തിലെ വേദനയ്ക്ക് പരിഹാരം കിട്ടിയത് ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് തിരികെ ചെന്നത് മാത്രമല്ല, ആ വംശത്തിൽ ലോകരക്ഷകനായ ക്രിസ്തുവിന് ജന്മം സാധ്യമാക്കാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ദൈവകൽപ്പനയനുസരിച്ചുള്ള ധാർമ്മികത പാലിക്കുവാൻ താമാറിന് നഷ്ടമാക്കി വേണ്ടി വന്നത് സ്വന്തം ജീവിതത്തിലെ വിശ്വസ്തതയാണ്. പക്ഷേ അവൾ നേടിയത് ദൈവിക വിശ്വസ്തതയാണ്. ഉപേക്ഷിക്കപ്പെട്ടവരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും തള്ളപ്പെട്ടവരുടെയും വംശത്തിൽ ജനിക്കുന്ന ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ധർമ്മത്തെക്കുറിച്ചാണ്. ആരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുക എന്നതല്ല, മറിച്ച് ഒറ്റപ്പെട്ടു പോയവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നൽകിടുന്നു നിൻഹിതം പോലെന്നെ മെനഞ്ഞിടുവാൻ നിൻ കരമതിലെന്നെ നൽകിടുന്നു. വേദന ശോധന ഏറിയിടും നേരത്തിൽ വാടാതെ നിൽക്കുവാൻ കൃപ നൽകുക. വേദന ശോധന ഏറിയിടും നേരത്തിൽ വാടാതെ